പക്ഷെ ഇവർ കാണിച്ചു നോക്കുന്ന കോലങ്ങളതല്ലേ, പിന്നെ എങ്ങനെ ജനങ്ങൾ പറയാണ്ടിരിക്കുന്നത്? പറയട്ടെ, ജനങ്ങൾ പറയട്ടെ. ഇവരെല്ലാം മറച്ചു വെച്ചുള്ളതല്ലേ എല്ലാം ചെയ്യണത്. വേണ്ട 3 ഭാര്യമാരട്ടെ അവന് ഇല്ലാണ്ട് വരില്ല. ചെയ്തിരിക്കും, ഇങ്ങനെയുള്ളവർക്ക് ചെയ്തിരിക്കും. അതന്നെ സരിത പോയി, പിന്നെ വേറെ പെണ്ണായി, പിന്നെ വേറെ പെണ്ണായി. അവർക്കിത് മാറി 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 പോയിക്കൊണ്ടിരിക്കും. മുകേഷിന് ഇഷ്ടവും നല്ല പഴയ പടങ്ങളിലൊക്കെ നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അതിനിഷ്ടവും. പക്ഷെ ഇവർ കാണിച്ചോട്ട കോലങ്ങൾ ഇതല്ലേ. നമ്മുടെ ഇത് എന്താണ് മന്നാർ മാത്രമേ സ്പീക്കിംഗ് അതിൽ നല്ലത്. MLA സ്ഥാനം ഇഷ്ടമാണ്. MLA സ്ഥാനം നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, നല്ല ഇതായിട്ട് പോകണം, അത്രേ ഉള്ളൂ. പഴയ സിനിമകളുണ്ട്, ഒത്തിരി പടങ്ങളുണ്ട്, മാട്ടിപ്പട്ടി മച്ചാൻ അങ്ങനെയുള്ള പടങ്ങൾ ഫിലിമുകളൊക്കെ ഉണ്ട്. ഒത്തിരി പടങ്ങൾ കാണാറുണ്ട്, അത് ഇഷ്ടമാണ്. അതിനൊക്കെ അടുത്ത് പുറത്തു കളയേണ്ട സമയം കഴിഞ്ഞില്ല. ഇനി പറ്റുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഇപ്പോഴല്ല, ഒരു സ്ഥാനമാനത്ത് എത്തുമ്പോഴല്ല, അതിക്ക് മുമ്പേ കാര്യങ്ങൾ അന്വേഷിക്കണം. ഇത് വെറുതെ അല്ലേ നാടകം? സത്യസന്ധരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യമുണ്ട്? ഒരു കാര്യമില്ല. മുകേഷിന് മാത്രമല്ല ഒരുപാട് ആൾക്കാരെ കളയാനുണ്ട്. നമുക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയില്ല. അവർ ഇൻഡസ്ട്രിയിൽ നിന്ന് ഭയങ്കര തിളങ്ങാൻ വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ ചെയ്യും. നമ്മളെ പോലെയുള്ള പാവങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ ഉള്ളോട്ട് കയറും. ഇതൊക്കെയുള്ളൂ. അന്ന് തന്നെ ഒരു പയ്യൻ വിളിച്ചിട്ട് ഭയങ്കര എന്തായിരുന്നു കേട്ടതല്ലേ എല്ലാവരും, എന്ത് സത്യസന്ധന. അപ്പോൾ കണ്ടില്ലേ, അങ്ങനെയാണ്. മുഖത്തൊന്ന് അകത്തൊന്ന്, അത്രേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. ഇല്ല ഇല്ല, നമുക്ക് ആകെ ഇഷ്ടമുള്ള നടന്മാരെന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ്, ദിലീപ്, മമ്മൂക്ക. ഇല്ല, നമുക്ക് താല്പര്യം പുള്ളിയെക്കുറിച്ചൊന്നും മോശമായിട്ടുള്ള അഭിപ്രായം തന്നെ അന്നും ഇന്നും എന്നും. അത്രയും നല്ലൊരു നടിയെ വിവാഹം കഴിച്ചിട്ട് അത് ഉപേക്ഷിച്ച് പിന്നെ വേറെ ആളുടെ പുറകെ പോയി, പിന്നെ ചെയ്യാവുന്നതിൻ്റെ അങ്ങേറ്റം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം വായിച്ചുള്ള അറിവ്, നമുക്ക് നേരിട്ടുള്ള അറിവൊന്നും ഇല്ലല്ലോ. എന്നാലും പറയത്തക്ക നല്ല രീതിയിലുള്ള ക്യാരക്ടേഴ്സൊന്നും പുള്ളിക്കില്ല എന്നാണ് അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ രാജിവെക്കേണ്ട ആൾ തന്നെയാണ്. കാരണം നമ്മൾ രാഷ്ട്രീയത്തിൽ, ഫിലിമിൽ ഒക്കെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ആളെ നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് ഒന്ന് അഭിമുഖീകരിക്കേണ്ട? ഒന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആളെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിക്കയറുന്നത് വേറെ രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ആളോട് നമ്മളൊരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു സ്ത്രീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പുള്ളി ചിലപ്പോൾ ഏത് രീതിയിലായിരിക്കും മനസ്സിൽ കാണുന്നത്? നമ്മുടെ കാര്യങ്ങൾ കേൾക്കുന്നതിനെക്കാട്ടി പുള്ളിയുടെ ഉള്ളിലുള്ള ആ ഒരു ആസക്തി എടുത്തിട്ടായിരിക്കും നമ്മളെ കാണുക. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഇനി ഫിലിം ഇൻഡസ്ട്രിയിലും വേണ്ട, രാഷ്ട്രീയത്തിലും വേണ്ട, പുള്ളി ഒരാളായിട്ട് ഒതുങ്ങിക്കൂടി പുള്ളിയുടെ വീട്ടിൽ നിന്ന് ജീവിക്കട്ടെ, അല്ലെങ്കിൽ ഇതിൽ ജോലി ചെയ്ത് ജീവിക്കട്ടെ. ജോലി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇഷ്ടംപോലെ കാശുണ്ട്. മരണം വരെ നിന്നുള്ള കാശുണ്ട്, 2-3 തലമുറ നിന്നാൽ തീരാത്ത കാശുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിക്കട്ടെ. ഈ പണവും കൊണ്ടുപോകില്ല, പേരും പ്രശസ്തിയും പെരുമയും ഒന്നും നമ്മൾ കൊണ്ടുപോകില്ല. മരിച്ചു കഴിഞ്ഞാൽ വെറും പോണം, അവിടെ കിടക്കും. അതിലെടുത്ത് കുഴിച്ചിട്ടാലായി, അല്ലെങ്കിൽ അവിടെ കിടന്ന് ചീഞ്ഞ് നാറും, അത്രേ ഉള്ളൂ. മുകേഷിനെ എനിക്ക് ഇഷ്ടം. ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാ? ഗോഡ് ഫാദർ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ നടന്മാരല്ലേ, അവർക്കും അവരുടേതായിട്ടുള്ള ഫ്രീഡങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നടികളാണെങ്കിലും അവരിതൊക്കെ അറിഞ്ഞുകൊണ്ടാണല്ലോ അഭിനയിക്കാൻ പോണത്. ചിലപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ അത് തമാശ രൂപത്തിലെടുക്കും, പക്ഷെ ചിലപ്പോൾ അവരോട് ഇത്തിരി വൈരാഗ്യം വരുമ്പോൾ അത് കാര്യമാവും. മുകേഷിനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നടൻ തന്നെയാണ്. മുകേഷും എന്ന് പറഞ്ഞാൽ പണ്ട് പോലെ നല്ല നടനായിരുന്നു. ഇപ്പോഴും ഏകദേശമൊക്കെ കൊള്ളാവുന്ന നല്ല ആളുകളെ ത്രസിപ്പിക്കുന്ന ഒരു നടൻ തന്നെ. പിന്നെ രാഷ്ട്രീയപരമായുള്ള ലൈഫൊന്നും നമുക്കറിയില്ല എന്തൊക്കെ. അത് നമുക്ക് തെളിയിക്കേണ്ടത് കോടതിയും മറ്റേ ഇതൊക്കെ ആണല്ലോ, നിയമങ്ങളൊക്കെ ആണല്ലോ. മുകേഷിൻ്റെ ഇഷ്ടംപോലെ സിനിമകൾ, മുകേഷ്, ജയറാം, പിന്നെ സായികുമാറൊക്കെ അഭിനയിച്ച ഒരുപാട്. പിന്നെ ഒരു ആയുഷ്കാലം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടുണ്ടായിരുന്ന ഒരുപാട്. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് രാംജി റാവു സ്പീക്കിങ്. പിന്നെ അതിൻ്റെ ശേഷം വന്ന മാന്നാർ മത്തായി, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ആദ്യത്തെ പടം എന്താ ബലൂണോ എന്തോ കണ്ടിരുന്നു ഫസ്റ്റ്, അതുപോലെ ഞാൻ കാണണം. പിന്നെ മുകേഷ് എന്നല്ല, ജയറാമിനെയും നല്ല നടന്മാരൊക്കെ എനിക്ക് ഇഷ്ടമാണ്. നടികളെ അതെ, മഞ്ജു വാര്യരായാലും നയൻതാരയായാലും അവരെയൊക്കെ അഭിനയങ്ങളും കാര്യങ്ങളും. പിന്നെ ഉർവശിയുടെ മരിച്ചുപോയില്ലേ, കൽപ്പന, പലരഞ്ഞു, അതിലെവിടെ ശരി തെറ്റെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്താ പരിപാടി എന്താണെന്നും അറിയില്ല. ചിലർ അറിഞ്ഞു വെച്ച് പണി കൊടുക്കണവരുണ്ട്. അല്ലാതെ പിന്നെ ഇവർ ഇത്ര വലിയ സെലിബ്രിറ്റീസൊന്നും അങ്ങനെ ചെന്ന് കയറി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാൽ സ്ത്രീകൾ തന്നെ സുരക്ഷിതരാക്കാൻ ശ്രമിക്കണം. സ്ത്രീകൾക്കും അതിൻ്റെതായ ഒരു ഇതില്ലേ,
കഴിവുണ്ട്. അവരും സുരക്ഷിതമായിട്ട് അവരെ നോക്കണം എല്ലാ കാര്യങ്ങളും. തുല്യത വേണമെന്നുള്ള ഇതുണ്ട് എല്ലാവരും. കാരണം കഴിവിനനുസരിച്ച് അതിനനുസരിച്ച് പോകണമെന്നുള്ളതല്ല. അമ്മ ഇനി വരുമെന്ന് തന്നെ നോക്കണം. ഇനിയിപ്പോൾ അമ്മയാണ് അമ്മായിയമ്മയാണ് അറിഞ്ഞൂടാ, ഒരു കൊടുത്തുമില്ല. മുകേഷിനെ പുറത്ത് കളയണമെന്നുള്ളത് തെറ്റ് ചെയ്തല്ലേ, തെറ്റ് ചെയ്തല്ലേ പിടിക്കണം. വലിയ അമ്മ സ്ഥാനത്ത് ഇരിക്കാൻ കൊള്ളൂല, രാജിവെക്കണമെന്നാണ്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. മോശം വന്നപ്പോൾ ഈ മാർക്ക് വന്നപ്പോൾ പോയില്ലേ. വിശ്വസിക്കുന്നുണ്ടോ ചേട്ടനും അത്? എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. അങ്ങനെ ഒരു കേസ് വരുമെന്ന് വിശ്വാസമില്ല. കേസ് വന്നപ്പോൾ ഇനി അത് പുറത്ത് പോകണമല്ലേ, അവിടെ തൂങ്ങി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ എന്ത് പറയാല, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് മുകേഷ്. അപ്പോൾ നമുക്ക് പുള്ളിനെ കുട്ടി അങ്ങനെ കുറ്റം പറയാനൊന്നും സാധിക്കില്ല. നല്ലൊരു നടനാണ്, നടൻ മാത്രമല്ല ഒരു എം എൽ എ കൂടിയാണ്. നമ്മൾ ഒരിക്കലും പുള്ളിനെ കുറ്റം പറയില്ല. കാരണം നല്ല വ്യക്തി എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വന്നതിൻ്റെ വല്ല നമുക്കൊന്നും പറയാനില്ല പുള്ളിനെ കുറിച്ച്.